ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു വീട് വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ UK നിങ്ങൾ എത്തിയതിന് ശേഷം 1 വർഷമോ 2 വർഷമോ ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷമൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ വീട് വാങ്ങുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഡിസിഷൻ ആയിരിക്കും. ബിക്കോസ് നിങ്ങളെല്ലാവരും പേ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പേ ചെയ്തുകൊണ്ടിരിക്കുന്ന റെൻറ്റ് എന്ന് പറയുന്ന എമൗണ്ട് വളരെ ഭീമമായിട്ടുള്ള ഒരു തുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 3 ബെഡ്റൂം വീടുകൾക്കാണെങ്കിൽ ഏകദേശം 1250 പൗണ്ടിൻ്റെ മുകളിലേക്കാണ് വാടക. അത് 4 ബെഡ്റൂം ആണെങ്കിൽ അതിലും കൂടുതലാവും. 2 ബെഡ്റൂം ആണെങ്കിൽ ഒരു 1000 പൗണ്ടിനൊക്കെ കിട്ടും. അപ്പോൾ 2 ബെഡ്റൂം ഇപ്പോൾ ഒരു സിംഗിൾ ഫാമിലി മീൻസ് ഒരു കുഞ്ഞ് ഒക്കെ ഉള്ള അവർക്കാണെങ്കിൽ 2 ബെഡ്റൂം മതിയാവും. 2 കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിൽ 3 ബെഡ്റൂമിലേക്ക് പോകേണ്ടതായിട്ട് വരും. 3 കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിൽ 4 ബെഡ്റൂം വീടുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ വീടിനും ഓരോ ഫാമിലിക്കും ഓരോ ഇതനുസരിച്ചിട്ടാണ് ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് വീടുകൾ മേടിക്കേണ്ടത്. അപ്പോൾ ഒരു 3 ബെഡ്റൂം ആവറേജ്, നമുക്കൊരു ആവറേജ് എടുക്കാം. 2 ബെഡ്റൂം 4 ബെഡ്റൂം, അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള ഒരു 3 ബെഡ്റൂം വീടിൻ്റെ വിലകൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ കമ്പയർ ചെയ്യാനും സംസാരിക്കാനും ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട് നിങ്ങൾ നൽകുന്ന 1000 അല്ലെങ്കിൽ 1250 പൗണ്ട്, അത്രയും പൗണ്ട് വെച്ചിട്ട് വീടിൻ്റെ മോർട്ട്ഗേജ് പ്ലസ് റെൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റി ഒരു വീടിനെ എങ്ങനെ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, എൻ്റെ കൂട്ടുകാരൻ വാങ്ങിയ വീടിൻ്റെ കാര്യങ്ങൾ വെച്ച്, ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് വീട് വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ വീടുകൾ വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മളൊരു വീട് വാങ്ങാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഒരു വലിയൊരു ഭാഗമാണ്. കാരണം നമ്മൾ ഒരു 4 കോടി രൂപ വിലയുള്ള ഒരു വീടാണ്, അല്ലെങ്കിൽ 5 കോടി രൂപ വിലയുള്ള ഒരു വീടാണ്. ഓരോ വീടിൻ്റെയും വില ലൊക്കേഷനുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത്തിരി ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 3 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെയുള്ള പ്രൈസിന് വീടുകൾ കിട്ടും. പക്ഷേ നമ്മൾ ഇത്തിരി ടൗൺ സെൻറ്ററിലോട്ട് നീങ്ങിയിട്ടാണെങ്കിൽ 1 കോടിയുടെ മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വീടുകളിരിക്കുന്ന പ്ലോട്ടുകൾ. കാരണം നമ്മുടെ നാട്ടിലെ പോലെ 5 സെൻറ്റ് സ്ഥലത്തിലൊരു വീട്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. ഓരോ റെസിഡൻഷ്യൽ ഏരിയകളായിരിക്കും. അപ്പോൾ ഓരോ ഏരിയയ്ക്കും ഓരോ വില നിലവാരമായിരിക്കും. അതുപോലെ തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ 2 ബെഡ്റൂം 3 ബെഡ്റൂം 4 ബെഡ്റൂം ഡിറ്റാച്ച്ഡ്, സെമി ഡിറ്റാച്ച്ഡ്, ടെറസ്ഡ്, അങ്ങനെയുള്ള ഓരോ ടൈപ്പ് വീടുകൾ ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനെ മാനദണ്ഡപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഭാവിയിലോട്ട് ഒരു 4 ലക്ഷം ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് അസ്യൂം ചെയ്യും. എൻ്റെ സുഹൃത്ത് വാങ്ങി എന്ന് പറയുന്ന വീട് 4,25,000 പൗണ്ടിൻ്റെ ഒരു വീടാണ്. 3 ബെഡ്റൂം വീടാണ്. അത്യാവശ്യം ഒരു കേംബ്രിഡ്ജ് സിറ്റിയിൽ നിന്ന് 10 മൈൽ ദൂരത്തിലുള്ള ഒരു ഏരിയയാണ് പുള്ളി സെലക്ട് ചെയ്തത്. കാരണം ബിക്കോസ് പുള്ളിക്കാരന് ടൗൺ സെൻറ്ററിലെ ആ ഒരു തിക്കും തിരക്കും ഇല്ല, എന്നാൽ ടൗണിലോട്ട് പോകാനായിട്ട് വെറും 10 മൈൽ മാത്രം യാത്ര ചെയ്താൽ മതി എന്നുള്ള ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനാണ് പുള്ളി സെലക്ട് ചെയ്തത്. അപ്പോൾ ഓരോ ഏരിയയിലും ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്പാൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് UK. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടേക്ക് വന്ന മൈഗ്രൻസിന് താമസിക്കാനുള്ള അക്കോമഡേഷനുകളുടെ ദാരിദ്ര്യം ശരിക്കും ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ അക്കോമഡേഷനുകൾ കുറവായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ഓരോ സ്ഥലത്തിനും വീടിനും എന്തിനു തന്നെയാണെങ്കിലും പ്രൈസ്, നമ്മുടെ ഓൾ ഓവർ വേൾഡിൽ പലിശ നിരക്ക് കുറയുന്നു. അതനുസരിച്ചിട്ട് വീടുകളുടെ നമ്മളിപ്പോൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്താലും നമുക്കൊന്നും പലിശ കിട്ടുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെയും അത് പലിശ കിട്ടാനുള്ള, അപ്പോൾ ആരും FD ഇടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവരുടെയും മാറി. ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുക, അല്ലെങ്കിൽ വേറൊരു വീട് മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പലരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ 4,25,000 പൗണ്ടാണ് അദ്ദേഹം മേടിച്ച വീടിൻ്റെ വില. ആ 4,25,000 പൗണ്ടിൻ്റെ 10% സാധാരണ ഒരു മോർട്ട്ഗേജിന് നമ്മൾ നൽകേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 42,500 പൗണ്ടുകളാണ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഈ 42,500 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 45 ലക്ഷം രൂപ 50 ലക്ഷം രൂപയോളം നാട്ടിൽ എമൗണ്ടായി. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ 2 വർഷം 3 വർഷം കഴിഞ്ഞവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ
പല വിധത്തിലുള്ള സ്കീമുകൾ ഇവിടെയുള്ള ബിൽഡേഴ്സ്, ഇവിടെ നമ്മുടെ നാട്ടിലും ബിൽഡേഴ്സുകളുണ്ടല്ലോ, നമ്മളൊക്കെ പക്ഷേ ഒരു വീട്ടുടമസ്ഥൻ ഒരു വീട് സ്വന്തമായിട്ട് കുറച്ച് പണിക്കാരെ വിളിച്ച് പണിയുന്നു, ആ വീട് നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റാണല്ലോ നമ്മുടെ. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ഓരോ ഏരിയയിൽ വീടുകൾ പണിത് ബിൽഡേഴ്സ് വീട് പണിതിട്ട് ആ ബിൽഡേഴ്സ് തന്നെയാണ് നമുക്ക് വിൽക്കുന്നത്. ആ ബിൽഡേഴ്സിന് ലോണ് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ആ ബിൽഡേഴ്സ് നമുക്ക് സ്കീമുകൾ നൽകും. അതുപോലെ തന്നെ ഈ NHSന്റെ സ്റ്റാഫുകളായിട്ടുള്ള കീ വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. NHSന്റെ സ്റ്റാഫുകൾ, ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ കീ വർക്കേഴ്സ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അറിയില്ലാത്തവർക്കാണെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ അല്ല ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കീ വർക്കേഴ്സ് സ്കീമിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ അവരുടെ കാറ്റലോഗ് ബ്രൗഷറൊക്കെ മേടിച്ചിട്ട് വാങ്ങുക. കീ വർക്കർ സ്കീം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീട് ഈസി ആയിട്ട് മേടിക്കാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞു വന്ന വീടിൻ്റെ വില എന്ന് പറഞ്ഞാൽ 4.25 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. 4.25 ലക്ഷം പൗണ്ടിൻ്റെ 10% നമ്മൾ മോർഗേജ് കൊടുക്കേണ്ടതെന്നായിട്ട് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഷെയർഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം. ഈ ഷെയർഡ് ഓണർഷിപ്പുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. എനിക്ക് എൻ്റെ സുഹൃത്ത് വാങ്ങിയ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന കാര്യം, ഞാൻ ഇതുവരെയായിട്ട് അത് വാങ്ങാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ പറയുന്നത്. 100% ആണ് 4.25 ലക്ഷം രൂപ. ആ 100%ൻ്റെ 75% ബിൽഡേഴ്സിൻ്റെ ഓണർഷിപ്പിൽ നിൽക്കും. 25% 1,03,000 1,10,000 താഴെയുള്ള എമൗണ്ട് ആണ് വീട്ടുടമസ്ഥനായിട്ടുള്ള എൻ്റെ സുഹൃത്തിന് അവകാശമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ 25% ഷെയറാണ് പുള്ളിക്കാരൻ്റെ ഓണർഷിപ്പിലുള്ളത്. പക്ഷേ ആ വീട്ടിൽ പുള്ളിക്കാരന് പുതുപുത്തൻ വീട്ടിൽ റെഡി ടു മൂവ് ആണ്. എന്ന് വെച്ചാൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന വീടുകളാണ് ഇതെല്ലാം. പുതുപുത്തൻ വീട്, 20 കൊല്ലോ 30 കൊല്ലോ പഴക്കമുള്ള വീടുകളല്ല, 10 കൊല്ലം പഴക്കമുള്ള വീടുകളല്ല, കടുംപുത്തൻ വീടുകളാണ് ഇവർ ഈ ഷെയർഡ് അക്കോമഡേഷനിൽ കൊടുക്കുന്നത്. ഇനി പഴയ വീടുകളും ഷെയർഡ് അക്കോമഡേഷനിൽ കൊടുക്കുന്ന സ്കീമുകൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോർഗേജ് അഡ്വൈസേഴ്സിനോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീടുകൾ ഓൺലൈനിൽ നോക്കി മോർഗേജ് അഡ്വൈസറുടെ ഇതെടുത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്ന കേട്ടോ. ഞാൻ ഷെയർഡ് ഓണർഷിപ്പ് എന്നുള്ള പറഞ്ഞ സ്കീം ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കുക. അതിൽ ഉണ്ടെങ്കിൽ ആ 25%ൻ്റെ 5% നിങ്ങൾക്ക് കൊടുത്താൽ മതി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. വിത്ത് എഫക്റ്റ് പറഞ്ഞു 1,10,000 അല്ലെങ്കിൽ 1,20,000 എമൗണ്ട് തുക. ആ തുകയുടെ ഈ 5% 6,000 പൗണ്ട് നിങ്ങൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റായിട്ട് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ട് UK വാങ്ങാൻ സാധിക്കും. അങ്ങനെ വാങ്ങി എൻ്റെ സുഹൃത്ത് വെറും 5% ഡെപ്പോസിറ്റിൽ. ഇപ്പോൾ ഒരു കാലത്ത് 10% മിനിമം ഡെപ്പോസിറ്റ്, ഇപ്പോൾ 5% വീടുകൾ ഓരോ ബിൽഡേഴ്സും നൽകുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സ്കോറും നമുക്ക് ലോണ് സാങ്ഷൻ ആകാവുന്ന ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സാലറി സ്കെയില്, നമ്മുടെ ക്രെഡിറ്റ് സ്കോറ്, അതെല്ലാം വെച്ചിട്ട് NHSലെ ജോലിയാണോ, ക്രെഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇതാണ്. നിങ്ങളൊരു മൊബൈൽ വാങ്ങാനായിട്ടൊരു മൊബൈൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ മൊബൈലിന് റിക്വസ്റ്റ് കൊടുത്തു, അതിൻ്റെ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തു, അത് റിജക്ഷൻ ആയാൽ പോലും അതുവരെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് മൊബൈലിൻ്റെ ലോൺ പോലും സാങ്ഷൻ ചെയ്യാത്തത് എന്ന് അവർ കാരണം നമ്മൾ ഈ വീടൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് സ്കോറിൻ്റെ ചെക്ക് ലിസ്റ്റ് എടുത്ത് ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് നമ്മൾ ആ ഓരോ ഇക്വിഫാക്സ്, എക്സ്പീരിയൻ അങ്ങനെ കുറേ സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിൽ സിബിൽ എന്നുള്ള പറയുക അതുപോലെ ഒരു ഡാറ്റ ഷീറ്റ് എടുത്ത് നമ്മൾ ഈ ബിൽഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ സാലറി സ്ലിപ്പുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ലോൺ തരാത്ത, ഇവൻ മോശക്കാരനാണോ അല്ലെങ്കിൽ ഇവൻ അടയ്ക്കില്ലാത്തവനാണോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ലോൺ പാസ്സാവുമെങ്കിൽ നിങ്ങൾക്ക് ഈ 1,20,000 പൗണ്ട് നിങ്ങൾക്ക് പാസ്സാകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 5% കൊടുത്ത് വെറും 6,000 ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതുപുത്തൻ 3 ബെഡ്റൂം വീട്ടിലേക്ക് മാറാൻ സാധിക്കുക. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മാറി. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ചു, ഇപ്പോൾ ഇവിടെ ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ട് വന്നവർക്ക് ഒരു 5,000-10,000 പൗണ്ടൊക്കെ ഈസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വാങ്ങാൻ സാധിക്കില്ലേ എന്ന്. അപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. 4,25,000 രൂപ വിലയുള്ളൊരു വീടിൻ്റെ അപ്രോക്സിമേറ്റ്ലി വരുന്ന കണക്കുകൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിൻ്റെ അകത്ത് നമ്മൾ 6,000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. അത് നമ്മുടെ ഷെയറാണ്. 25% മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഷെയർ ആയിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന തുക 75% വരുന്ന തുക ഈ ബിൽഡേഴ്സാണ്. ഈ 75% തുകയ്ക്ക് നമ്മൾ വാടക നൽകണം. പിന്നെ ഒരു സർവീസ് ചാർജും കൊടുക്കണം, ചെറിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 50 പൗണ്ട് 100 പൗണ്ടൊക്കെ വരുള്ളൂ. വാടക എന്ന് പറയുന്നതും ഈ പറഞ്ഞ സർവീസ് ചാർജും അതുപോലെ തന്നെ നമ്മൾ
എടുത്തിരിക്കുന്ന കടമുണ്ടല്ലോ, നമ്മുടെ മോർഗേജ് എമൗണ്ട് എന്ന് വെച്ചാൽ 25%, ആ മോർഗേജ് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 രൂപ വരും, 500 പൗണ്ട് വരും. ആ 500 പൗണ്ടും ഒരു 700 പൗണ്ടാണ് വാടകയായിട്ട് വരിക. 7ഉം 5ഉം 12, പിന്നെ ഒരു 100 സംതിങ് രൂപ മൊത്തം. അങ്ങനെ 1310 പൗണ്ടാണ് എൻ്റെ സുഹൃത്ത് EMI ആയിട്ട് അടയ്ക്കുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ മാസം. അത് വാടകയുണ്ട്, മോർഗേജ് ഉണ്ട്, സർവീസ് ചാർജ് ഉണ്ട്. സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഈ 3 റേറ്റും ഇതെല്ലാം ബിൽഡേഴ്സാണ് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ മാസം അടയ്ക്കേണ്ട തുക എത്രയാണെന്ന് അവർ കൃത്യമായിട്ട്, അത് 4 ബെഡ്റൂമിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, 5 ബെഡ്റൂമിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി അതുപോലെ തന്നെ 2 ബെഡ്റൂമിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. റെഡി ടു മൂവ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനിലുള്ള. അപ്പോൾ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോർഗേജ്, നമ്മൾ എടുത്തിരിക്കുന്ന കടത്തിനുള്ള ലോണിൻ്റെ EMI നമ്മൾ കൃത്യമായിട്ട് മാസം തോറും അടയ്ക്കുന്നു. അതുകൂടാതെ നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് 75% ബിൽഡേഴ്സ് നൽകിയ പൈസയ്ക്കുള്ള റെൻറ്റ് നമ്മൾ വാടക കൊടുക്കുന്നു, പിന്നെ അതിനൊരു സർവീസ് ചാർജ് നമ്മൾ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൂട്ടി വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളിപ്പോൾ 1250 രൂപയോ 1300 രൂപയോ ഒരു 3 ബെഡ്റൂമിന് വാടക നൽകുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അത്രയും രൂപ നിങ്ങൾക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുകയാണ്. അതിൻ്റെ അകത്ത് ഫുൾ ശതമാനം ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറുന്നില്ല. ഇപ്പോൾ നിങ്ങൾ 100% വാടക കൊടുത്ത് നിങ്ങൾ നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ ആ പൈസ അങ്ങനെ പോകുന്നു എന്നുള്ളൊരു ഇതാണെങ്കിൽ, മറ്റതിൻ്റെ അകത്ത് നമുക്കൊരു 25% സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെയർഡ് ഓണർഷിപ്പിൽ ഒരു വീട് വാങ്ങി എന്ന് കരുതുക. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എടാ ഇപ്പോൾ ഈ 25%-അല്ലേ നിങ്ങൾക്ക് മോർഗേജ് ഉള്ളൂ? അപ്പോൾ പുള്ളി ചോദിക്കണം, എടാ പുതുത്തന്നെ ഒരു വീട്ടിലല്ലേ താമസിക്കണത്, അതുപോലെ തന്നെ പുതിയൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ മാറുമല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഒരു പുതിയ ലൊക്കേഷനിൽ മാറി പുതിയൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി, അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിടെ വാടകയിലേക്ക് പോകുന്ന എമൗണ്ട് നിങ്ങൾ മോർഗേജിലേക്ക് അടയ്ക്കുന്നു. നിങ്ങൾക്കൊരു സേവിങ്സ് പോലെ ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ, നിങ്ങൾ ഒരു 500 പൗണ്ട് വീതമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പതുക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി 1 വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫണ്ടായി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെയർഡ് അക്കോമഡേഷൻ്റെ 75-25 എന്ന് പറഞ്ഞ അനുപാതത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കൂടുതൽ വന്നു, എപ്പോഴെങ്കിലും ബാങ്ക് ഓവർ ടൈം ഡ്യൂട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ നിങ്ങൾ സേവ് ചെയ്യാൻ സാധിച്ചു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഷെയർ ഇനിയും വാങ്ങാനുള്ള ഒരവസരമല്ല, അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഷെയർ ടോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് ഉള്ള വില, ഇപ്പോൾ നിങ്ങൾ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിലുള്ള വില കൂടിയെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഷെയറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ 6000 കൊടുത്ത സാധനത്ത് നിങ്ങൾക്ക് 20% കിട്ടിയെടുത്ത് നിങ്ങൾ അടുത്ത ഒരു 6000 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 20% കിട്ടിയെന്ന് വരണം എന്ന് ഇല്ല. കാരണം വിലയുടെ സ്ഥലത്തിൻ്റെ വിലയും വീടിൻ്റെ വിലയും ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരാം. എന്നാലും ചിലപ്പോൾ ഒരു 7000-8000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 25% അടുത്ത കൊല്ലം ടോപ്പപ്പ് ചെയ്യാം. അങ്ങനെ ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ ആ വീട് നിങ്ങളെ സ്വന്തമാക്കിയിട്ട് മാറ്റാം. നിങ്ങൾ സ്വന്തമായിട്ട് മാറ്റുന്ന ഒരു 100% ഷെയർ നിങ്ങളുടെ പേരിലായി കഴിഞ്ഞ ശേഷം നിങ്ങൾ മോർഗേജ് അടച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആകെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അങ്ങനെയുള്ളവർക്കാണ് പിന്നെ നമ്മൾ മാസം തോറും ഹ്യൂജ് എമൗണ്ട് വാടകയായിട്ട് ലോസായി പോകുന്നു. അപ്പോൾ വാടക കൊടുക്കുന്നത് ലോസാന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. പലർക്കും അതില്ല. യൂറോപ്യന്മാർക്ക് അങ്ങനെ വാടക പോകുന്നത് ഒരു ലോസായിട്ടുള്ളൊരു ചിന്താഗതി ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണിയെടുക്കുന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, വീക്കെൻഡ് എൻജോയ് ചെയ്യുന്നു. കാരണം ആരോഗ്യവും ആശുപത്രിയും പെൻഷനും അവർക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത് സർക്കാർ പിടിക്കുന്നു. അവർ ഇത്തിരി സെക്യൂർഡാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീക്കെൻഡിൽ അവർക്ക് പണിയെടുക്കുന്ന പൈസയ്ക്ക് മുഴുവനായിട്ട് അവർക്ക് അത് ചിലവാക്കി ലാവിഷായിട്ട് ജീവിക്കാം. അവർ സ്വന്തമായിട്ട് വീട് വേണമെന്നുള്ളൊരു കൺസെപ്റ്റൊന്നും അവർക്കില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ വെറും 6000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 ബെഡ്റൂം വീട് വാങ്ങാൻ സാധിക്കും. അത് ഫുള്ളി നമ്മുടെ പേരിലായിരിക്കില്ല, 25-75 എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും. ഇനിയിപ്പോൾ 6000-ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു 15000 കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 60%, 70% നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 20000 പൗണ്ട് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ 25000 പൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 10% തന്നെ കൊടുത്ത് നിങ്ങൾക്ക് ഫുള്ളി മോർഗേജ് ചെയ്ത് നിങ്ങൾക്ക് ആ വീട് എടുക്കാൻ ആയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഇനിയിപ്പോൾ കയ്യിൽ പൈസ കൊണ്ടു നടന്നിട്ട് ഇവിടെ വീട് വാങ്ങാൻ പറ്റാത്തവർക്കുണ്ട്. കാരണം പുവർ ക്രെഡിറ്റ് സ്കോർ ആയതുകൊണ്ട് പോയാലും നമ്മൾ എന്തൊക്കെ കാണിച്ചാലും, നമ്മൾ കൃത്രിമങ്ങൾ കാണിച്ചു, നമ്മളൊരു മോശം സർവീസ് ഒരാളോട് എടുത്ത് ചെയ്തു, അതെല്ലാം ട്രേസബിൾ ആണ്. നമ്മൾ റോട്ടിൽ കിടന്ന് ഒരു ഒച്ചപ്പാടുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് അനോയിങ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നു, അതാണ് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇത് ഭാവിയിലേക്ക് നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകും. പിന്നെ നമ്മളൊരു മൊബൈൽ വാങ്ങി അതിൻ്റെ EMI കൃത്യമായിട്ട് അടച്ചു തീർത്തില്ല. ഇതെല്ലാം നമ്മുടെ
പോയിന്റുകളാണ്. അതനുസരിച്ച് ഡ്രൈവിങ്ങിൽ മോശമായിട്ട് ചെയ്താലും അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ പാസ്സാകുന്നതിനും മോർഗേജ് പാസ്സാകുന്നതിനും ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു 5 വർഷമോ 7 വർഷമോ 10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഓരോ നിയമങ്ങൾ മാറുന്നുണ്ട്. ഇവിടുത്തെ സിറ്റിസൺ ആവാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ILR ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്ററി എന്നാണ് ഈ രാജ്യത്ത് വന്നത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഹിസ്റ്ററികൾ മുഴുവൻ ഇവരിങ്ങനെ ചകഞ്ഞുകൊണ്ട് നോക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മളൊരു മോശം നമുക്കൊരു പോയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരൊന്നും മടിക്കും ഇത് നൽകണമെങ്കിൽ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളത് ആപ്ലിക്കേഷൻ റിജക്ഷനൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. മോർഗേജ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കടമ്പയാണ്. നാട്ടിലായാലും നമുക്ക് ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നാൽ ആരും ലോണൊന്നും തരുമല്ലോ. സ്റ്റേറ്റ് ബാങ്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ലോൺ ചെയ്ത് എത്രയോ പേപ്പറുകൾ നമ്മൾ ചെയ്ത് എത്രയോ പുറകെ നടന്നാലാണ് നമുക്കൊരു ലോൺ കിട്ടുക. അപ്പോൾ പറഞ്ഞു വന്നത് പറ്റൊന്നുമല്ല, 6000 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് വാങ്ങാനുള്ള സ്കീമുകളുണ്ട്. അങ്ങനെയുള്ള സ്കീമുകളെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബിൽഡേഴ്സ് ഏതെല്ലാം ബിൽഡേഴ്സാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ വേണമെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അവരുടെ അഡ്രസ്സ് സഹിതം തരാം. കാരണം നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ 1-2 പേരും വീടുകൾ വാങ്ങി. ഇനി ഇതൊന്നുമല്ല, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വീടുകൾ, ഇവിടെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ വിറ്റിട്ട് പലരും പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയുള്ള വീടുകൾക്കാണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാണ്. ചില ബിൽഡേഴ്സ് വീടുകൾക്ക് അങ്ങനെ ലോൺ നൽകും, ചില ബാങ്കുകൾ ലോൺ നൽകും, ചില ബാങ്കുകൾ നൽകില്ല. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണെന്ന് നമ്മൾ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.